മായം ചേർക്കാത്ത തെങ്ങിൻ കള്ള്. ബോട്ടിലെ സ്രാങ്ക് മാറ്റി. അപ്പോൾ ഇതാണ് നമ്മൾ ബുക്ക് ചെയ്ത ഹൗസ് ബോട്ട് കേട്ടോ. അവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മൾ വന്നവരെല്ലാം ഹൗസ് ബോട്ടിൽ കയറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മൾ വന്ന വണ്ടികളെല്ലാം അതിൻ്റെ അപ്പുറത്ത് തന്നെ ആയിട്ട് പാർക്കിംഗ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം നമുക്ക് ഇനി ഹൗസ് ബോട്ടിലേക്ക് കയറാം. ഇപ്പോൾ സമയം ഏകദേശം ഒരു 11 മണി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ഒരു ഹൗസ് ബോട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് 11 മണിക്കാണ്, എൻഡ് ചെയ്യുന്നത് 5 മണിക്കും ഉണ്ടോ. അപ്പോൾ നമ്മൾ എല്ലാവരും തന്നെ ഹൗസ് ബോട്ടിലേക്ക് കയറിയിട്ടുണ്ട്. ഞങ്ങളെല്ലാവരും കൂടെ ഒരു 10-15 പേരുണ്ട് കേട്ടോ. നമ്മൾ എടുത്തേക്കുന്ന ഹൗസ് ബോട്ട് എന്ന് പറഞ്ഞാൽ ഒരു 3 ബെഡ്റൂമുള്ള ഒരു ഹൗസ് ബോട്ടാണ് എടുത്തേക്കുന്നത്. ഹൗസ് ബോട്ടിൻ്റെ ഉള്ളിൽ കൂടെ ജസ്റ്റ് ഒന്ന് നടന്ന് കാണാം കേട്ടോ. അപ്പോൾ ഇവിടെ ആയിട്ട് വാഷ് ബേസിന് ഒന്ന് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ തൊട്ടപ്പുറമായിട്ട് ഒരു ബെഡ്റൂം ഉണ്ട് കേട്ടോ. ആ ബെഡ്റൂം തുറന്നു കഴിഞ്ഞാൽ ഒരു അത്യാവശ്യം വലിപ്പമുള്ള ഒരു വലിയൊരു ബെഡ്റൂം തന്നെയാണ്. നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആക്കി ഇട്ടിട്ടുണ്ട് കേട്ടോ. അതിനോട് തൊട്ടപ്പുറമായിട്ട് അറ്റാച്ച്ഡ് ബാത്റൂമും വന്നിട്ടുണ്ട്. ബാത്റൂമും അത്യാവശ്യം ഒരു സ്പേസ് ഒക്കെ ഉണ്ട്. നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് തന്നെയാണ് കിടക്കുന്നത് കേട്ടോ. അപ്പോൾ അതിൻ്റെ തൊട്ടപ്പുറമായിട്ടാണ്, അതായത് ബോട്ടിൻ്റെ ബാക്ക് സൈഡിലായിട്ടാണ് ഇതിൻ്റെ കിച്ചൺ വന്നത് കേട്ടോ. എല്ലാ ഹൗസ് ബോട്ടിൻ്റെയും കിച്ചൺ വരുന്നത് അതിൻ്റെ ബാക്ക് സൈഡിലാണ്. അപ്പോൾ അതേ നമ്മൾ കിച്ചണിനകത്തേക്ക് കയറി. അപ്പോൾ അവിടെ നമ്മുടെ സ്രാങ്കും കുക്കും എല്ലാവരും അവിടെ നമുക്ക് വേണ്ട ഫുഡും കാര്യങ്ങളൊക്കെ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കും കേട്ടോ. അതായത് നമുക്ക് ഉച്ചയ്ക്ക് കഴിക്കാനുള്ള ലഞ്ചിന് വേണ്ടിയിട്ടുള്ള കരിമീൻ വറുത്തതും ചിക്കനും ഒക്കെയാണ് അവർ റെഡി ആയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ ബോട്ട് ഇവിടുന്ന് എടുത്തിട്ടില്ല, നമ്മളെല്ലാവരും ജസ്റ്റ് ബോട്ടിൽ കയറി ഇരുന്നിട്ടേ ഉള്ളൂ. അപ്പോൾ ഇവരിതൊക്കെ ഒന്ന് സെറ്റാക്കിയതിന് ശേഷമാണ് ഇനി ബോട്ട് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുള്ളൂ കേട്ടോ. അപ്പോൾ ഇതാണ് ബോട്ടിൻ്റെ ഏറ്റവും ബാക്ക് പോർഷൻ വന്നത്. അപ്പോൾ ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരുപാട് ഹൗസ് ബോട്ടുകൾ സർവീസ് ആരംഭിച്ചിട്ടുണ്ട്. പിന്നെ സർവീസ് ആരംഭിക്കാത്ത ഒരുപാട് ഹൗസ് ബോട്ടുകൾ ആ സൈഡിൽ കൂടെ നിർത്തിയിട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒരു 11 മണി 11:30 ആകുമ്പോഴത്തേനാണ് എല്ലാ ഹൗസ് ബോട്ടുകളും തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നത്. മോർണിംഗ് ആ ഒരു ഡേയിലെ സർവീസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ആ ഒരു ടൈമിലാണ് കേട്ടോ. ഏകദേശം ഒരു 5 മണി 5:30 നമ്മളെ കൊണ്ടുവന്ന് അവിടെ തന്നെ തിരിച്ചിറക്കുകയും ചെയ്യും കേട്ടോ. നമുക്ക് ഈ ബോട്ടിൻ്റെ മേളിലേക്കൊന്ന് ജസ്റ്റ് കയറി നോക്കാം കേട്ടോ. മേളിലും 2 ബെഡ്റൂം ഉണ്ട്. അപ്പോൾ അവിടെ നമുക്കൊന്ന് ജസ്റ്റ് കയറി എങ്ങനെ ഉണ്ടെന്നൊക്കെ ജസ്റ്റ് പോയി നോക്കാം കേട്ടോ. അപ്പോൾ മേളിലേക്ക് കയറുമ്പോൾ തന്നെ ഇവിടെ ഇരിക്കാനായിട്ടൊരു ലിവിങ് ഏരിയ ഒക്കെ ഉണ്ട്. 2-3 സോഫയൊക്കെ ഇട്ടിട്ട് അത്യാവശ്യം ഒരു 10-15 പേർക്ക് ഇരിക്കാൻ പറ്റിയ ഒരു ഏരിയ ഉണ്ട് കേട്ടോ അതിൻ്റെ ഫ്രണ്ടിലായിട്ട്. അതിൻ്റെ ബാക്ക് ഏരിയയിലുണ്ട്. അതിൻ്റെ രണ്ടാമത്തെ ഒരു പോർഷനിൽ നമുക്ക് ഡൈനിങ് ഏരിയ വരുന്നത് അവിടെയാണ്. ഇവിടെ ഈ പറഞ്ഞ പോലെ തന്നെ ഒരു 10-15 പേർക്ക് അറ്റ് എ ടൈം ഇരിക്കാൻ പറ്റുന്ന ഒരു ഡൈനിങ് ഏരിയ ആണ്. കൂടെ 2 സ്പീക്കറും ഉണ്ട്. വാഷ് ബേസിനും ഒക്കെ വെച്ചിട്ടാണ് ഇതിൻ്റെ ഫസ്റ്റ് ഫ്ലോർ വന്നത് കേട്ടോ. അതിൻ്റെ സൈഡിൽ കൂടെ ഒക്കെ ഇരിക്കാനായിട്ട് ഒരുപാട് ചെയർ കിട്ടുന്നുണ്ട്. അതിനോട് ചേർന്ന് തന്നെയായിട്ടാണ് വേറൊരു ബെഡ്റൂം വന്നത്. അപ്പോൾ നമ്മൾ താഴെ കണ്ട പോലത്തെ തന്നെ വേറൊരു ബെഡ്റൂമാണ് മേളിലുള്ളത്. വിത്ത് AC ആണ്. അതിനോട് കൂടെ തന്നെ അറ്റാച്ച്ഡ് ബാത്റൂമും ഉണ്ട് കേട്ടോ. അപ്പോൾ അതുപോലത്തെ തന്നെ സെയിം വേറൊരു ബെഡ്റൂം ഇതിനോട് ചേർന്ന് ഇരിപ്പുണ്ട് കേട്ടോ. അങ്ങനെ ടോട്ടൽ 3 ബെഡ്റൂം ഉള്ള ഒരു ഹൗസ് ബോട്ടാണ് നമ്മൾ ബുക്ക് ചെയ്തത് കേട്ടോ. ബേബിയൊക്കെ അവിടെ ഇരുന്ന് കളിച്ചുകൊണ്ടിരിക്കുവാണ്. നമ്മളിവിടുന്ന് ബോട്ട് സർവീസ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ബോട്ടിൻ്റെ സ്രാങ്ക് കേട്ടോ. അപ്പോൾ അവിടെ നമ്മുടെ ബോട്ട് അവിടെ കെട്ടിയിട്ടേക്കുമായിരുന്നു. കെട്ടൊക്കെ പൊട്ടിച്ച് അവിടെ നിന്ന് ജസ്റ്റ് കായലിൻ്റെ സെൻറ്ററിലേക്ക് നീക്കി നമ്മളിവിടുന്ന് പയ്യെ മൂവ് ആയി കേട്ടോ. അപ്പോൾ ഒരുപാട് സ്പീഡൊന്നുമില്ല, അത്യാവശ്യം ഒരു 10 മാക്സിമം ഒരു 10-20 കിലോമീറ്ററൊക്കെ സ്പീഡിലാണ് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. നമ്മൾ ഈ ബോട്ട് പാർക്ക് ചെയ്തേക്കുന്ന അവിടെ നിന്ന് നേരെ വേമ്പനാട്ട് കായൽ വഴി നമ്മുടെ ആലപ്പുഴ ആ ഒരു കായലിലേക്ക് കയറി അവിടെ നിന്ന് തണ്ണീർമുക്കം ബണ്ടിൽ വഴി നമ്മൾ കറങ്ങി തിരിഞ്ഞ് ഈവനിങ് ആകുമ്പോഴത്തേന് നമ്മൾ വന്ന സ്ഥലത്ത് തന്നെ വരും കേട്ടോ. അതാണ് നമ്മളൊരു റൂട്ട് പറയാനാണെങ്കിൽ. അപ്പോൾ എല്ലാവരും ബോട്ട് സ്റ്റാർട്ട് ചെയ്തുകൊണ്ടുകൊണ്ട് തന്നെ ഫ്രണ്ടിലൊക്കെ കയറി ഇരുന്ന് കാഴ്ചകളൊക്കെ കണ്ട് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുവാണ്.
സൈഡിൽ കാണുന്നതൊക്കെ റിസോർട്ടുകളൊക്കെയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇവിടുന്ന് നേരെ വേമ്പനാട്ട് കായലിലേക്ക് ചാടിയിട്ടുണ്ട്. ഇവിടെ നിന്ന് നോക്കുമ്പോൾ തന്നെ ഭയങ്കരമായിട്ടുള്ള നല്ലൊരു വ്യൂ ആട്ടോ. ഒരുപാട് ഹൗസ് ബോട്ടുകളൊക്കെ ഈ കായലിൽ കൂടെ പോണ കാണുമ്പോൾ തന്നെ നല്ലൊരു ലുക്ക് ആൻഡ് ഫീൽ ആട്ടോ നമുക്ക് കാണുമ്പോൾ. നമ്മളിപ്പോൾ കുമരകത്തുനിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് അവിടെ നിന്ന് നേരെ വേമ്പനാട്ട് കായലിലേക്ക് ആട്ടോ. നമ്മളിപ്പോൾ വേമ്പനാട്ട് കായലിൽ കൂടെയാണ് ഇങ്ങനെ പോകൊണ്ടിരിക്കുന്നത്. മായം ചേർക്കാത്ത തെങ്ങിൻ കള്ള്, നമ്മൾ മായം ചേർക്കാത്ത സ്പെഷ്യൽ ഒരു സ്ഥലത്ത് എടുത്തുകൊണ്ട് വന്നതാണ്. നമുക്ക് ഇതൊന്ന് ടേസ്റ്റ് ചെയ്യണം. ഈ കള്ള് ബോട്ടിന്റെ പാക്കേജിന്റെ കൂടെ ഒന്നും ഉള്ളതല്ല കേട്ടോ. ഇത് നമ്മൾ സെപ്പറേറ്റ് മേടിക്കണം. ഇപ്പൊ നമുക്ക് കള്ള് എന്തെങ്കിലും മേടിക്കണമെങ്കിൽ ഇവര് ഈ ഷാപ്പിന്റെ അടുത്തേക്ക് നിർത്തി തരും. അപ്പൊ അവിടെ പോയിട്ട് നമുക്ക് കള്ള് ഒന്നെങ്കിൽ മേടിച്ചോണ്ട് വരാം, അല്ലെങ്കിൽ ഷാപ്പിൽ നിന്ന് കുടിച്ചിട്ടും വരാം കേട്ടോ. ഇൻ കേസ് ഷാപ്പിൽ നിന്ന് വേണമെങ്കിൽ നമുക്ക് കറികളോ എന്തെങ്കിലുമൊക്കെ നമുക്ക് വേണമെങ്കിൽ അതും മേടിച്ചോണ്ട് വരാം കേട്ടോ. ഇതിപ്പോ നമ്മൾ ഇടയ്ക്ക് ബോട്ടൊന്ന് നിർത്തിയതിന് ശേഷം നമ്മൾ ഒരു കന്നാസ് കൊണ്ട് പോയിട്ട് ഷാപ്പിൽ നിന്ന് എടുത്തുകൊണ്ട് വന്ന കള്ളാണ് കേട്ടോ. നല്ല മധുരമുള്ള തെങ്ങുകളാണ്. ഈ കറി നമ്മൾ ഷാപ്പിൽ നിന്ന് മേടിച്ചു കേട്ടോ. ഇത് കൂരിയുടെ മീൻകറിയാണ്. കക്ക മേടിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ കൂരിക്കറിയും മീൻകറിയും ബോട്ടിൽ നിന്ന് തന്നതല്ല, നമ്മൾ ഷാപ്പിൽ നിന്ന് തന്നെ പോയി മേടിച്ചതാണ്. ബോട്ടിൽ നിന്നുള്ള ഫുഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ നമ്മൾ ബോട്ട് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ ഒരു വെൽക്കം ഡ്രിങ്ക് വരും. പിന്നെ ഉച്ചയ്ക്കുള്ള ഫുഡ് വരുന്നുണ്ട്. ചോറ് വരും, അതിൻ്റെ കൂടെ കരിമീൻ വറുത്തത്, ചിക്കൻ കറി, തോരൻ, അങ്ങനെ ഐറ്റം വെച്ചിട്ട് ഉച്ചയ്ക്ക് നല്ല ഹെവി ഒരു ലഞ്ചും ഈവനിങ് ടൈം ആകുമ്പം നമുക്കൊരു ചായയും സ്നാക്സും തരും കേട്ടോ. ഇത്ര ഫുഡാണ് ബോട്ടിലുള്ളൂ കേട്ടോ. നമ്മുടെ ഇന്ത്യയിൽ തന്നെ രണ്ടാമത്തെ കായലാണ് വലിപ്പത്തിൽ. അത് വേമ്പനാട്ട് കായല്. നമ്മൾ ഈ ബോട്ടിങ് സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മുടെ കുമരകം സാഞ്ചുറിയുടെ അടുത്തുനിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് നമ്മൾ പോകുന്നത് എങ്ങോട്ടോ നമ്മൾ പാഞ്ഞാമ്പള്ളി ഇറങ്ങി ആലപ്പുഴയിലെ നോർത്ത് ഏരിയ ഇറങ്ങി പണ്ടൊക്കെ ഇറങ്ങി കായലിന്റെ ഐലൻഡ് ഇറങ്ങി തിരിച്ചു കയറും. അങ്ങനെ നമ്മൾ ഒരു 5 മണി വരെ അല്ല, 5 മണി വരെ രാവിലെ ഒരു 11 സ്റ്റാർട്ട് ചെയ്തിട്ട് പോയിട്ട് 5 മണി. അതിനകത്ത് നമ്മൾ രാവിലത്തെ ഒരു വെൽക്കം ഡ്രിങ്ക് വരും, ഉച്ചക്കത്തെ ഫുഡ് വരും. ഫുഡിന്റെ അകത്ത് നമുക്ക് കരിമീൻ, ചിക്കൻ ഉണ്ടാവും. നമുക്ക് എക്സ്ട്രാ വല്ലതും വേണമെങ്കിൽ നമുക്ക് ഇവിടുത്തെ മാർക്കറ്റിൽ നിന്ന് മേടിക്കും. നമുക്ക് അതിന്റെ ആവശ്യം നമ്മളിപ്പോൾ എക്സ്ട്രാ ആയിട്ട് താറാവ് മേടിച്ചത്. ഇത് ഞാൻ അന്നേരം കാണിക്കുന്ന ഒരു 1000 ഏക്കർ ഐലൻഡാണ്. മാൻമേഡ് ഐലൻഡ്. മാൻമേഡ് ഐലൻഡ് നമ്മൾ കറങ്ങുന്നത് കൂടുതലും ആലപ്പുഴയുടെ ഏരിയയിലാണ്. ആലപ്പുഴ ആലപ്പുഴ 2 ഡിസ്ട്രിക്ട് കവർ ചെയ്തതാണ്. കുറച്ച് സമയം ബോട്ടിന്റെ സ്രാങ്കിനെ ഒന്ന് മാറ്റി. ഓസ്ട്രേലിയയിൽ നിന്ന് ഇറക്കിയ പുതിയ അപ്പോൾ ഞങ്ങൾ എല്ലാവരും തന്നെ ബോട്ടൊന്ന് ഓടിച്ചതിന് ശേഷം ഇവിടെ റെസ്റ്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് എല്ലാവർക്കും തന്നെ ബോട്ട് ഓടിക്കാനായിട്ട് തന്നു. അപ്പോൾ ഏകദേശം ഒരു 1 മണിയൊക്കെ ആകുമ്പോഴത്തേന് നമ്മുടെ ലഞ്ച് ടൈം ആകും. ആ ഒരു ടൈം ആകുമ്പോഴത്തേന് ഇവർ ബോട്ട് ഒരു സൈഡിലേക്ക് ഒതുക്കും കേട്ടോ. അവിടെ ഒതുക്കിയതിന് ശേഷമാണ് നമ്മൾ ലഞ്ചും കാര്യങ്ങളൊക്കെ കഴിക്കുന്നത്. അപ്പോൾ നമ്മുടെ ലഞ്ചും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇനി എല്ലാവരും കൂടെ ലഞ്ച് കഴിക്കാനായിട്ട് പോവാട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഈ ബോട്ടിനകത്തുള്ള ഫുഡും കാര്യങ്ങളും തന്നെ കേട്ടോ. ചോറും കറികളും സാലഡും പുളിശ്ശേരി, സാമ്പാർ, മീൻകറി, ചിക്കന്, താറാവ്. ഇത് താറാവ് റോസ്റ്റ് കേട്ടോ, അങ്ങേ അറ്റത്തിരിക്കുന്നത്. ആ താറാവ് റോസ്റ്റ് നമ്മൾ സ്പെഷ്യലായിട്ട് പറഞ്ഞ് ഉണ്ടാക്കിപ്പിച്ചതാണ് കേട്ടോ. നമ്മൾ ബോട്ട് ഇടയ്ക്ക് നിർത്തി കഴിഞ്ഞപ്പോൾ നമ്മൾ താറാവ് ഇറച്ചി മേടിച്ച് ഇവർക്ക് കൊടുത്തു കേട്ടോ. അങ്ങനെ താറാവ് നമുക്ക് ഉണ്ടാക്കിയതാണ്. പിന്നെ അതിൻ്റെ കൂടെ നല്ല അടിപൊളി കരിമീൻ പൊള്ളിച്ചു കേട്ടോ. എല്ലാവർക്കും ഓരോ കരിമീൻ വെച്ചിട്ടാണ് ഈ പാക്കേജ് വന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് എല്ലാവർക്കും വേണ്ടിയുള്ള കരിമീൻ അവിടെ ഫ്രൈ ആയിട്ടിരിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഇവിടെ ഫുഡ് കഴിച്ച് തുടങ്ങി. അപ്പോൾ ഫുഡൊക്കെ നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. ഇപ്പോൾ ഒരുപാട് കറികളുണ്ട്. ഇതാണ് ഒരാൾക്കുള്ള ഒരു ഫുഡ് തന്നെ കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിച്ചില്ലായിരുന്നു. അപ്പോൾ ഞങ്ങളും ഫുഡ് കഴിക്കാൻ പോവാണ്. അപ്പോൾ ചോറൊക്കെ എടുത്ത് നമ്മൾ കറികളൊക്കെ വിളമ്പിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ.
അപ്പം നമുക്കിനി ഫുഡ് കഴിച്ചിട്ട് കാണാം കേട്ടോ. ഫുഡൊക്കെ കഴിച്ച് എല്ലാവരും ഒന്ന് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യുവാണ്. അപ്പോൾ നമ്മൾ റെസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ പുറത്തേക്ക് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ തന്നെ കായൽ നിറച്ച് ഹൗസ് ബോട്ടാട്ടോ. ഫുള്ള് ഹൗസ് ബോട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം പാസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതൊക്കെ കാണാനായിട്ട് നല്ല ഭംഗിയാണ് കേട്ടോ. ഈ ഫുഡൊക്കെ കഴിച്ച് ഇവിടെ ഹാപ്പി ആയിട്ടിരിക്കുന്നുണ്ട്, കളിച്ച് ചിരിച്ച്. ഈ ഒരു ഏരിയയിലാണ് നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് നിർത്തിയിട്ടേക്കുന്നത് കേട്ടോ. അപ്പോൾ അവിടെ നിർത്തി നമ്മൾ ഫുഡ് കഴിച്ച് ഏകദേശം ഒരു 2 മണിയൊക്കെ ആകുമ്പോഴാണ് വീണ്ടും നമ്മൾ ഇവിടുന്ന് ബോട്ട് എടുക്കുന്നത് കേട്ടോ, സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ അതിൽ ഒരു നല്ല അടിപൊളി വേറൊരു വെറൈറ്റി ഒരു ഹൗസ് ബോട്ട് അതിൽ പാസ് ചെയ്ത് പോകുന്നുണ്ട് കേട്ടോ. ഇത് സിംഗിൾ ഹൗസ് ബോട്ടാണ് നമ്മൾ എടുത്തേക്കുന്നത്, ഡബിൾ ഫ്ലോറാണ് എടുത്തേക്കുന്നത്. ഇതുകൊണ്ട് ഇത് നല്ല ലുക്കല്ലേ കാണാനായിട്ട്. അപ്പോൾ നമ്മുടെ ആൾക്കാരുടെ എണ്ണം അനുസരിച്ചാണ് നമ്മൾ ഹൗസ് ബോട്ട് സെലക്ട് ചെയ്യേണ്ടത് കേട്ടോ. അപ്പോൾ എത്ര ആൾക്കാരുണ്ടോ ആ ആൾക്കാർക്ക് പറ്റിയ ഒരു കപ്പാസിറ്റി ഉള്ള ഹൗസ് ബോട്ട് തന്നെ നമുക്ക് ചൂസ് ചെയ്യണം കേട്ടോ. ഒരുപാട് തരത്തിലുള്ള ഹൗസ് ബോട്ടുകൾ ഇവിടെ അവൈലബിൾ ആണ്. ഏകദേശം ഒരു 5000 മുതൽ ഒരു 50,000 രൂപ വരെയുള്ള പാക്കേജുകളുള്ള ഹൗസ് ബോട്ടുകളുണ്ട് കേട്ടോ. പ്രൈസ് അനുസരിച്ചുള്ള ഹൗസ് ബോട്ടിൻ്റെ ഫെസിലിറ്റിയും വലിപ്പവും എല്ലാം വ്യത്യാസം ഉണ്ടായിരിക്കും. പിന്നെ എല്ലാ ഹൗസ് ബോട്ടിനും തന്നെ നമ്മൾ ഇങ്ങനെ പാക്കേജായിട്ട് എടുക്കുമ്പോൾ അതിനകത്ത് ലഞ്ചും ഈവനിങ് ടീയും ഇങ്ങനെ വാട്ടറും എല്ലാം ഉണ്ടായിരിക്കും കേട്ടോ. നമ്മൾ കാണുന്ന നേരെ ഓപ്പോസിറ്റുള്ളതാണ് തണ്ണീർമുക്കം ബണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ അടി കണ്ടോ ക്ലോസ് ചെയ്ത് അടിഭാഗം, അതായത് കടലിൽ നിന്ന് ഒരുപാട് ഉപ്പുവെള്ളം ഇങ്ങോട്ട് കായലിലേക്ക് കയറാതിരിക്കാൻ വേണ്ടിയാണ് അവിടെ ഇങ്ങനെ ബ്ലോക്ക് ചെയ്ത് വെച്ചേക്കുന്നത് ആ പാലത്തിൻ്റെ അടിയിൽ കേട്ടോ. അപ്പോൾ അതിൻ്റെ അടുത്തോടെയാണ് നമ്മൾ ഈ ബോട്ട് ഇങ്ങനെ കറങ്ങി തിരിഞ്ഞ് പോകണം കേട്ടോ. അപ്പോൾ അത് നല്ലൊരു കാഴ്ചയായിരുന്നു. അതിലേക്കൂടെയൊക്കെ ഒരുപാട് ഹൗസ് ബോട്ടുകളും സ്പീഡ് ബോട്ടുകളും ഒക്കെ പോകുന്നുണ്ട് കേട്ടോ. പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഹൗസ് ബോട്ട് അല്ലാതെ തന്നെ സ്പീഡ് ബോട്ടും ഉണ്ട് കേട്ടോ. നമ്മളിപ്പോൾ ഹൗസ് ബോട്ടിൽ പൊക്കോണ്ടിരിക്കുവാണെങ്കിൽ തന്നെ നമുക്ക് സ്പീഡ് ബോട്ട് കയറണമെങ്കിൽ ഒരു സ്പീഡ് ബോട്ട് വിളിച്ച് ബുക്ക് ചെയ്താൽ മതി. ആ സ്പീഡ് ബോട്ട് ബുക്ക് ചെയ്യുന്ന നമ്പറും കാര്യങ്ങളും ഒക്കെ നമ്മുടെ ഹൗസ് ബോട്ട് ചേട്ടന്മാരുടെ കയ്യിലുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് സ്പീഡ് ബോട്ട് കയറണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ നമുക്ക് ഹൗസ് ബോട്ടിൻ്റെ അടുത്തേക്ക് വിളിച്ച് വരുത്തിയിട്ട് അവിടെ നിന്ന് നമുക്ക് ഒരു 3-4 പേർക്ക് സ്പീഡ് ബോട്ട് കയറി പോയാൽ മതി കേട്ടോ. സ്പീഡ് ബോട്ടിൻ്റെ എക്സ്പെൻസ് കുറച്ചും കൂടെ കൂടുതലാണ്. ഏകദേശം ഒരു 1/2 മണിക്കൂർ ഇങ്ങനെ ചുറ്റി കറക്കിയിട്ട് നമുക്ക് തിരിച്ച് ഹൗസ് ബോട്ടിൽ തന്നെ കൊണ്ട് ഇറക്കി വിടും കേട്ടോ. അപ്പം സ്പീഡ് ബോട്ടിൽ കയറാൻ വേണ്ടി ഇഷ്ടമുള്ളവർക്കൊക്കെ അങ്ങനെ ഒരു ആക്ടിവിറ്റിയും കൂടെ അവിടെ തിരഞ്ഞെടുക്കാനായിട്ട് സാധിക്കും കേട്ടോ. അത് നമുക്ക് മുൻകൂറായിട്ട് ബുക്ക് ചെയ്യുന്നു വേണ്ട. നമ്മൾ അതിൻ്റെ ഹൗസ് ബോട്ട് കൊണ്ട് പോകുമ്പോൾ തന്നെ ഒരുപാട് സ്പീഡ് ബോട്ടുകൾ അങ്ങനെ ചുറ്റി കറങ്ങിയൊക്കെ വരും കേട്ടോ. അപ്പോൾ നമുക്ക് കയറാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ നമുക്ക് വിളിച്ച് അവരെ അങ്ങ് വരുത്തിയാൽ മതി. എന്നിട്ട് നമുക്ക് സ്പീഡ് ബോട്ടിലും കയറിയിട്ട് നമുക്ക് തിരിച്ച് ഹൗസ് ബോട്ടിലേക്ക് വരാം. ഈവനിങ് ആയിട്ടോ, ടൈം ഒരു ഏകദേശം ഒരു 4 മണി ആയിട്ടുണ്ട്. അപ്പോൾ 4 മണിയൊക്കെ ആയപ്പോഴത്തേനും നമുക്ക് ചായയും പഴംപൊരിയൊക്കെ കൊണ്ടുവന്ന് തന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിച്ച് നമ്മൾ വീണ്ടും ഇങ്ങനെ ഹൗസ് ബോട്ടുകളും കണ്ട് ഇങ്ങനെ ഇരിക്കുവാണ്. നമ്മൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത ആ സ്പോട്ടിലേക്കാണ് ഇപ്പോൾ ഹൗസ് ബോട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. ഒരു 5 മണിയൊക്കെ ആകുമ്പോൾ തന്നെ തിരിച്ച് നമ്മൾ ആ ഒരു വണ്ടി നമ്മുടെ കാറൊക്കെ പാർക്ക് ചെയ്ത് ആ സ്പോട്ടിൽ എത്തുന്ന രീതിയിലാണ് ഇവർ ഹൗസ് ബോട്ട് തിരിച്ചു വിടുന്നത് കേട്ടോ. അപ്പോൾ ആ ഒരു സ്പീഡിലായിരിക്കും പോകുന്നത്. അപ്പോഴത്തേക്കും നമ്മുടെ ഹൗസ് ബോട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് അവിടെ തന്നെ എത്തിയിട്ടുണ്ട്. ഇനി നമ്മൾ ഇവിടുന്ന് നേരെ പോവാണ് കേട്ടോ. ഒരു 1 ഡേ നമ്മളൊരു ഹൗസ് ബോട്ട് എടുത്തു കഴിഞ്ഞാൽ കാണാനുള്ള കാര്യങ്ങളും ഹൗസ് ബോട്ടിൻ്റെ ആക്ടിവിറ്റിയും ഫുഡും കാര്യങ്ങളൊക്കെ നമ്മൾ ജസ്റ്റ് ഒന്ന് കാണിച്ചു തന്നു കേട്ടോ. അപ്പം ഈ ഒരു ഹൗസ് ബോട്ടിൻ്റെ ബുക്കിംഗ് ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ വീഡിയോയ്ക്ക് ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.